എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ബാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എലാസ്റ്റിക്കാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. എലാസ്റ്റിക് എന്ന് കേട്ടിട്ട് എലാസ്റ്റിക് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോവാണ്ട. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു സംഭവം വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. വൈറ്റ് പേപ്പർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് പേപ്പറിൽ നമ്മൾ ഇതുപോലെ ഒരു 6 സെൻറ്റിമീറ്റർ, അതായത് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നമ്മളിങ്ങനെ ലൈൻസ് വരച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ 6 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 6 ലൈൻസ് വരയ്ക്കുന്നത്. ഇനി ഈ 6 ലൈൻസ് വരച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഇതുപോലെ ഈ ഓരോ ലൈനും ഒരു സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. അപ്പം നമുക്ക് 1 സെൻറ്റിമീറ്റർ ഉള്ള 6 സ്ട്രിപ്സ് കിട്ടും. ഇനി നമ്മൾ ഈ ഓരോ സ്ട്രിപ്പിനെയും ഒന്ന് റോൾ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതായത് നമ്മളൊരു പെൻസിലോ അല്ലെങ്കിൽ അതിലും നേരിയ ഇപ്പോൾ പെയിൻറ്റിങ് ബ്രഷോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇത് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു സ്ട്രിപ്പ് ഞാനിങ്ങനെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 6 എണ്ണം റോൾ ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് 6 റോൾസ് കിട്ടും. അപ്പോൾ 6 എണ്ണം റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓരോ റോളിൻ്റെ മേലെ ഓരോ ലെറ്റേഴ്സാണ് എഴുതുന്നത്. അതായത് FRIEND, ഫ്രണ്ട് എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇപ്പം ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ ബെസ്റ്റും കൂടി BEST, അതുപോലെ FRIEND. അപ്പം 10 റൗണ്ട്സ് ഇതുപോലെ എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് എന്നാണ് എഴുതുന്നത്. അപ്പോൾ ബ്ലാക്ക് പെൻ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. ബ്ലാക്ക് മാർക്കർ എടുക്കാം, സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പം ഓരോ ബീഡിൻ്റെ മേലെ ഓരോ ലെറ്ററാണ് എഴുതുന്നത്. ഇനി നമ്മളിത് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ എലാസ്റ്റിക്കാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ എലാസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ മാസ്കിൻ്റെ ആ ചെവിയിലേക്ക് ഇടുന്ന ആ ഒരു വള്ളിയില്ലേ, അതാണ് എടുക്കുന്നത്. അത് കുറച്ച് എലാസ്റ്റിക് ടൈപ്പാണ്. അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതില്ലാണ്ടിരിക്കാൻ സാധ്യതയില്ല. എന്നാലും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം നൂല് വേണമെങ്കിൽ, അതായത് വൂളൺ ത്രെഡ് വേണമെങ്കിലും എടുക്കാം.
ഇനി നമ്മൾ ഈ ഒരു വള്ളിയിലേക്ക് ഈ ഓരോ ലെറ്റേഴ്സായിട്ട് കോർത്ത് കൊടുക്കണം. അപ്പം കോർത്തെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ഓർഡറിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് ആ ഒരു ഇതിലേക്ക് ഓർഡറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ മെഴുകുതിരിയുടെ മേലെ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒട്ടി നിൽക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഫെവിക്കോൾ ആഡ് ചെയ്യാം. അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പം ഈ കെട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കെട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ കളർ ചെയ്യണമെങ്കിൽ കളർ ചെയ്യാം. അപ്പം എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനും പറ്റും. പിന്നെ അഥവാ കുറച്ച് ലൂസാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു കെട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ബീഡ്സ് അവിടെ എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കും. അപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൻ്റെ മേലേക്ക് സ്ട്രിങ്ങിൻ്റെ മേലേക്ക് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ബാൻഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ബാൻഡൊക്കെ ഉണ്ടാക്കി ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എപ്പോൾ വീഡിയോ ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.